എപ്പോഴാണ് ലൈലത്തുൽ ഖദർ? ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖറജൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിർനാ ബിലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് പുറപ്പെട്ടു. ഫതലാഹ റജുലാൻ മിനൽ മുസ്ലിമീൻ. ആ സമയം മുസ്ലിങ്ങൾക്കപ്പെട്ട രണ്ടാൾ തമ്മിൽ തല്ലാൻ തുടങ്ങി, തമ്മിൽ കച്ചറണ്ടാക്കാൻ തുടങ്ങി. ഫഖാല ഖറജതു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദർ. ഞാൻ നിങ്ങളിലേക്ക് വന്നത് ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. ഫതലാഹ ഫുലാനും വഫുലാൻ, ഇന്നയാളും തമ്മിൽ കച്ചറ കൂടി. ഫറുഫിഅത്, അങ്ങനെ എന്നിൽ നിന്ന് അറിവ് ഉയർത്തപ്പെട്ടു. അല്ലാഹു അക്ബർ. രണ്ട് വ്യക്തികളുടെ തമ്മിൽ തല്ല് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് മുഴുവനുമുള്ള വലിയൊരു ഭാഗ്യം അതങ്ങോട്ട് ഉയർത്തപ്പെടുകയാണ് എന്ന് റസൂൽ പറയാണ്. വഅസാ അയ്യകൂന ഖൈറൻ ലക്കും, നിങ്ങൾക്ക് ആ ഉയർത്തപ്പെട്ടതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടായിരിക്കും. ഫൽതമിസുഹാ, അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കുക. ഫിത്താസിഇ വസ്സാബിഇ വൽ ഖാമിസ്, 29ന്റെ രാവിലും 27ന്റെ രാവിലും 25ന്റെ രാവിലുമെല്ലാം ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. ഇൽതമിസുഹാ ഫി അശ്റിൽ അവാഖിർ മിൻ റമദാൻ ലൈലത്തുൽ ഖദർ, അവസാനത്തെ 10ലെ എല്ലാ ദിവസവും ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാഥ, ആ ലൈലത്തുൽ ഖദർ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ ഉൾപ്പെടുത്തണേ നാഥ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.